ഉത്തർപ്രദേശിലെ ഖുഷി നഗറിൽ ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു മത്സരം നടന്നു. മോഡൽ റോക്കറ്ററി കോമ്പറ്റീഷൻ. ഈ മത്സരത്തിൽ കേരളത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മാർ ബസേലിയസ് കോളേജിലെ മിടുക്കരായ 8ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അവർ നിർമ്മിച്ച ഒരു മോഡൽ റോക്കറ്റിന്റെ ഒരു പതിപ്പാണ് ഈ കോളേജിന്റെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. ഏതാണ്ട് 6 ലക്ഷം രൂപ ചെലവിലാണ് ഇങ്ങനെയൊരു മത്സരത്തിൽ ഈ കോളേജിലെ 8 മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ പങ്കെടുത്ത അവരിപ്പോൾ എന്നോടൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ഇവർക്ക് മുമ്പ് ഈ വിദഗ്ധരായ അല്ലെങ്കിൽ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവർ പങ്കെടുക്കുന്ന ഒരു മത്സരത്തിൽ ഈ കോളേജിൽ നിന്ന് ഇവർക്ക് മുമ്പ് ആരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വന്തം അറിവിൽ നിന്നുകൊണ്ട് അല്ലെ അവർക്ക് ലഭിച്ച ഗൈഡുകളുടെയൊക്കെ സഹായത്തിന്റെ ബലത്തിലാണ് ഇങ്ങനെയൊരു മത്സരത്തിന്റെ ഭാഗമായി ഇവർ പങ്കെടുത്തത്. ആദ്യം ഇതിന് നേതൃത്വം നൽകിയ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ എലിസബത്ത് മാഡം എന്നോടൊപ്പം ചേരുന്നു. ഇങ്ങനെ ഒരു മത്സരത്തിന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തലസ്ഥാനത്ത് നിന്ന് ഒരു കോളേജ് പങ്കെടുക്കുന്നത്. എന്തായിരുന്നു മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി? ഇൻസ്പേസ് ആദ്യമായിട്ടാണ് മോഡൽ റോക്കറ്ററി കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത്. അപ്പം നമ്മളുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരുന്ന കുട്ടികൾ ഇപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കാണിച്ച് നമ്മളുടെ അടുത്തോട്ട് വരികയും നമുക്ക് ടീച്ചേഴ്സിന് അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. കൂടാതെ എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടി. അവർക്കൊരു വർക്ക്ഷോപ്പ് ഇൻസ്പേസ് തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്ന് ഒരു ഫേസിൽ അവർ ആദ്യം ഒരു ഡോക്യുമെന്റ് സബ്മിഷൻ നടത്തിയിരുന്നു. അതിൽ സെലക്ടഡ് ആയിട്ടുള്ളവർക്ക് ഒരു ആഴ്ചത്തെ വർക്ക്ഷോപ്പ് 2024 നവംബറിൽ ബാംഗ്ലൂരിൽ വെച്ച് നടത്തി. അതിൽ അവരൊരു ചെറിയ റോക്കറ്റ്, ഒരു 150 മീറ്റർ പോകുന്ന ഒരു റോക്കറ്റ് അവരെ കൊണ്ട് നിർമ്മിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അവർ ഈ വലിയ മോഡലിലോട്ട് പോയത്. ഈ വലിയ മോഡലിന് അവർക്ക് 1 കിലോമീറ്റർ ഹൈറ്റിൽ റോക്കറ്റ് എത്തണമായിരുന്നു. അതിനുശേഷം 1 കിലോഗ്രാം ഭാരമുള്ള ഒരു പേലോഡ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം റോക്കറ്റും ഈ പേലോഡും റിക്കവർ ചെയ്തായിരുന്നു ഇവരുടെ ടാസ്ക്. അതായത് സേഫ് ആയിട്ട് ഇത് രണ്ടും തിരിച്ചെടുക്കും. അപ്പൊ അതിലാണ് ഈ 67ഓളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റ് സബ്മിഷനിലെ റിവ്യൂവിൽ 67 ടീം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ ഈ വർക്ക്ഷോപ്പിന് ശേഷം ഡിസൈൻ റിവ്യൂ ഉണ്ടായിരുന്നു. ആ ഡിസൈൻ റിവ്യൂവിൽ 38 ടീമുകളാണ് പങ്കെടുത്തത്. അതിൽ നിന്ന് 31 ടീമുകളാണ് ഈ ഉത്തർപ്രദേശിൽ വന്നത്. അപ്പൊ എന്തായാലും വലിയൊരു ടാസ്ക് ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പങ്കെടുത്ത ഈ ഖുഷി നഗറിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ കൂടി എന്നോടൊപ്പം ചേരുന്നത്. എന്താണ് പേര്? അരുണേഷ്. അരുൺ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. എവിടെയാണ് സ്ഥലം? ഞാൻ PTP നഗറാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. എത്രയും ചലഞ്ചിങ് ആയിരുന്നു എക്സ്പീരിയൻസ്? ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഇതിലോട്ട് വന്നപ്പോ ഭയങ്കര ചലഞ്ചിങ്ങിനെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ കുറച്ച് ഒരു ടെൻഷനൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? എന്തായിരുന്നു നിങ്ങൾ ഈ ചെയ്ത മോഡലിന്റെ പ്രത്യേകത? എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, സാധാരണ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് ഒരു ചെറിയ ക്യാൻസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് പോലെ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഡ്രോൺ വഴി വിടുന്നതായിരുന്നു ചെയ്തത്. അതും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് നമ്മളൊരു എന്താ പറയാ മിനിയേച്ചറൈസ്ഡ് റോക്കറ്റ് ലോഞ്ചിങ് പോലെ ഇല്ലേ, ഈ ISRO ഒക്കെ ചെയ്യുന്ന പോലെ ഭയങ്കര വലിയ ഇതിൽ ചെയ്യുന്നതിന് പകരം ചെറിയൊരു രീതിയിൽ എന്നാ മറ്റേ നമ്മൾ പടക്കം പൊട്ടിക്കുന്ന പോലെ അല്ല, ഒരു ഭയങ്കര ഫോർമലായിട്ട് ചെയ്യുന്ന ആ ഒരു ഇതാണ്. അപ്പം ഒരു മിനിയേച്ചർ പതിപ്പ് തന്നെ. അപ്പൊ ഇതില് ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുക്കൾ, പ്രത്യേകിച്ച് ഈ എക്സ്പ്ലോസീവ്സ് അടക്കം എന്തൊക്കെയാണ്? അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഞങ്ങൾക്ക് എക്സ്പ്ലോസീവ്സ് ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലോട്ട് അവർ വിട്ടില്ല. അത് അവര് തന്നെ തന്നു. കെമിക്കൽസ് എല്ലാം ISRO ആണ് നമുക്ക് തന്നത്, പ്രൊവൈഡ് ചെയ്ത്. ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം ഉണ്ടാക്കുന്നത് മാത്രമേ ഞങ്ങളുടെ കയ്യിലോട്ട് വന്ന ഒരു ഫാക്ടറി. കെമിക്കൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഫാക്ടറായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ അവിടുത്തെ ഒരു സെക്യൂരിറ്റി കൺസേൺ അവിടുത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നല്ലോ ഈ പ്രദേശത്തെ. 1 കിലോമീറ്റർ പോയിട്ട് റോക്കറ്റിന്റെ ഒരു ഭാഗവും പേരോടും തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അവിടെ നമുക്കുണ്ടായ അതിലെ ഒരു പ്രായോഗികമായിട്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണ്, അല്ലെ അവിടുത്തെ ഒരു ചലഞ്ച് എന്തായിരുന്നു? മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ റിക്കവറി ആയിരുന്നു. റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഫാം ലാൻഡ് പോലത്തെ ഒരു പാടമായിരുന്നു.
ഷുഗർ കെയിനും വീറ്റും ഒക്കെ നടന്ന ഒരു പാടമായിരുന്നു. അപ്പോൾ റോക്കറ്റ് അവിടെയാണ് ലോഞ്ചിങ് നടന്നത്. അതെ. അപ്പൊ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് റിക്കവറി എന്ന് പറയുമ്പോഴത്തേക്കും റോക്കറ്റ് ഒരു 1 to 2 കിലോമീറ്റേഴ്സ് ദൂരം വേണമെങ്കിലും വന്ന് അതായിരുന്നു മെയിൻ പ്രശ്നം. അപ്പൊ ഈ ഷുഗർ കെയിൻ ഫീൽഡിന്റെ ഇടയിലൊക്കെ കയറിപ്പോയി തപ്പിയെടുക്കുമ്പോൾ അങ്ങനത്തെ ചാലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്തത് റിക്കവറി. അപ്പൊ ഇത് മോണിറ്റർ ചെയ്യാൻ ഇത് എവിടെയാണ് വീഴുന്നതെന്ന് അറിയാനുള്ള എന്തെങ്കിലും ഡ്രോണോ അങ്ങനെ എന്തെങ്കിലും നിരീക്ഷണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അതെല്ലാം നമ്മള് റോക്കറ്റിന്റെ ഇലക്ട്രോണിക്സിലായിരുന്നു അതെല്ലാം ഇരുന്നത്. അതായത് ഈ ഇവിടെ നമ്മൾ വിക്ഷേപിക്കുന്നു, 1 കിലോമീറ്റർ കഴിഞ്ഞ് എവിടെ വീഴുന്നു എന്ന് അറിയുന്നത് നമ്മൾ തന്നെ ഇവിടെ അത് മോണിറ്റർ ചെയ്യുന്നു അല്ലേ? അതെ അതെ, നമ്മൾ ഗ്രൗണ്ട് സ്റ്റേഷനിൽ ഇരുന്നിട്ട് നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യുമായിരുന്നു എവിടെയൊക്കെയാണ് റോക്കറ്റ് എവിടെയാണ് വീണതും ക്യാൻസാറ്റ് എവിടെ വീണതും. അപ്പൊ ഇതിനകത്ത് ഈ പേരോടും ഇതിന്റെ ഒരു ഭാഗവും നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നോ ഈ 2 ഭാഗങ്ങളും? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4 to 5 hours ഡിലേ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിക്കവറി ചെയ്യാൻ വിട്ടത്. സോ ആൻഡ് അവിടെ ഒരു വലിയൊരു നാരായണി റിവർ എന്ന് പറഞ്ഞ ഒരു വലിയ റിവറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇലക്ട്രോണിക്സ് നമ്മൾ അവസാനം പറഞ്ഞെന്ന് പറഞ്ഞാൽ റിവറിന്റെ മുകളിലോട്ടൊക്കെയാണ് റോക്കറ്റ് പോയതെന്നാണ്. അപ്പൊ റോക്കറ്റിന്റെ പാർട്ട് എടുക്കാൻ പറ്റിയില്ല, പേലോഡ് പക്ഷേ പേലോഡിന്റെ ഒരു ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഇലക്ട്രോണിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം ഇതിനേക്കാൾ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള നിങ്ങളുടെ എന്താണ് അംബീഷൻ? എന്താണ് ഒരു എഞ്ചിനീയറായിട്ട് മാറുക എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഒരു സ്പേസ് അതിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട്? നമ്മളിങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇനിഷ്യലി നമുക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറുന്നത്, അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ്, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റായി. അപ്പോൾ ആ ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ കോളേജിൽ പ്രത്യേകിച്ച് സാധാരണയായി ഈ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പഠനം അല്ലെങ്കിൽ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ട തിരക്കിലായിരിക്കും അധ്യാപകരൊക്കെ. അതിൽ നിന്ന് മാറി വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമായൊരു അറിവ് സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് അവർ പൂർണ്ണമായി പിന്തുണ കൊടുത്തത്. എന്തായാലും ആ ആത്മവിശ്വാസത്തിൽ പുതിയ പാന്താവുകൾ തേടാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ 8 വിദ്യാർത്ഥികളും. അവർക്ക് എല്ലാവിധ ആശംസകളും. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലൊരു മത്സരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയും അതിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പങ്കാളികളാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം എല്ലാവിധ ആശംസകളും. ഓക്കെ.